നമസ്കാരം. കഴിഞ്ഞ 24 മണിക്കൂർ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സംഭവ ബഹുലമായിരുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്ക ഒരുപാട് നാളുകളായി അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളായി ഇറാനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ ഈ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷങ്ങളൊക്കെ വീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്, ആലോചനയാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. അത്തരത്തിലൊരു അവസ്ഥയിലാണ് അമേരിക്കയുള്ളത്. എന്തായാലും രണ്ടാം ഘട്ടം ആണവ ചർച്ച ജനീവയിൽ നടന്ന സമയത്ത് നേരിയ പുരോഗതിയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ അമേരിക്കക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നറിയിച്ചു. അക്കാര്യത്തിൽ അമേരിക്കക്ക് വലിയ അതൃപ്തിയുണ്ട്. ചർച്ച എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരു സൈനിക നടപടി, അത് വിശാലമായതാകാം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ളതാകാം. എന്തായാലും ഇറാന് എതിരെ അമേരിക്ക അത് ആലോചിക്കുന്നു. ട്രംപിന്റെ ഉത്തരവിന് വേണ്ടി സൈന്യം കാത്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. എന്നാൽ ഇറാൻ ആകട്ടെ അമേരിക്ക അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അമേരിക്കക്ക് ശക്തമായ തിരിച്ചടികൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 24 മണിക്കൂർ എന്ന് പറയുന്നത് സംഭവ ബഹുലമായിരുന്നു. ജനീവ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നതിനു ശേഷം അമേരിക്കൻ എണ്ണക്കപ്പലിനെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കൈകാര്യം ചെയ്തു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. നമ്മളൊക്കെ ഈ പോലീസ് കൈ കാണിച്ചാൽ ചില ആളുകളൊക്കെ, എല്ലാവരും ഇല്ല, ചില ആളുകളൊക്കെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നു, ചിലരൊക്കെ ഈ വെള്ളമടിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ പോലീസ് കൈ കാണിച്ചാൽ പെട്ടെന്ന് നിർത്താതെ അങ്ങ് സ്പീഡിൽ പോകുന്ന ഒരു ഏർപ്പാടുണ്ട്. അമേരിക്ക പേടിച്ചോടി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പൽ, ഇറാൻ ഈ എണ്ണക്കപ്പൽ തടയുന്നതിന് വേണ്ടി ശ്രമിച്ചു, നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇറാന്റെ സ്പീഡ് ബോട്ടുകളുമായി എണ്ണക്കപ്പലിനെ നേരിടുന്നതിന് വേണ്ടി ചെന്നപ്പോൾ ഈ കപ്പൽ അതിവേഗത്തിൽ ഓടിച്ചു പോയി, നിർത്തിയില്ല എന്നൊരു വാർത്ത പുറത്തു വരികയാണ്. അമേരിക്കയെ ഇറാൻ ഒന്ന് വിരട്ടി. അമേരിക്ക വിരണ്ടു, ഓടി രക്ഷപ്പെട്ടു. കയ്യേറ്റത്തിനോ അല്ലെങ്കിൽ കയ്യാങ്കളിക്കോ ഒന്നും അമേരിക്ക നിന്നില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഇറാനോടൊപ്പം ചൈനയുണ്ടാകും, റഷ്യയുണ്ടാകും എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരാളും ഉണ്ടാകില്ല. ചൈനയും റഷ്യയും ഒക്കെ സമയം വരുമ്പോൾ അവരുടെ പണി നോക്കും എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പറയുന്ന ചില ആളുകളുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനോടൊപ്പം സൈനിക അഭ്യാസത്തിൽ ചൈനയും റഷ്യയും ഒക്കെ പങ്കെടുക്കുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായും ഈ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ചൈനയും റഷ്യയും ഈ സമയത്ത് തന്നെയാണ് ഹോർമൂസ് കടലിടുക്കിൽ മിസൈലുകൾ തീതുപ്പിയത്. ആ വഴിയിലൂടെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചത്. ഞങ്ങളവിടെ അഭ്യാസം നടത്തുകയാണ്, നിങ്ങൾ അതിലൂടെ വരണ്ട, അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ കൊടുത്തത്. എന്തായാലും ഇത് അമേരിക്കക്കുള്ള ഒരു പണിയായിരുന്നു. അമേരിക്ക അതിന്റെ ഭാഗമായി കൂടുതൽ സന്നാഹങ്ങളൊക്കെ ഒരുക്കി ഇറാനെതിരെ യുദ്ധം ചെയ്യും, ഇറാനെ ആക്രമിക്കും എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കിയപ്പോൾ അമേരിക്കൻ എണ്ണക്കപ്പലിനെ തന്നെ ഇറാൻ ലക്ഷ്യം വെച്ചു. ഏതായാലും നിങ്ങൾ എത്ര വലിയ ഭീഷണി മുഴക്കിയാലും, എത്ര വലിയ യുദ്ധക്കപ്പലുകളുമായി ഞങ്ങളെ നേരിടാൻ വന്നാലും ആ യുദ്ധക്കപ്പലുകളെ മുക്കിക്കളയാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് കംനായി പറഞ്ഞതും അതും അധികം സമയമായിട്ടില്ല. ഒരു 24 മണിക്കൂറേ ആയിട്ടുള്ളൂ അത്തരത്തിലൊരു പ്രതികരണം കംനായുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട്. എന്തായാലും അതൊക്കെ പ്രവർത്തിച്ചു കാണിക്കുകയാണ് ഇറാൻ. എന്തായാലും റഷ്യയുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പലാണ് ഇപ്പോൾ ഇറാൻ തീരത്തെത്തിയിരിക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിൽ നാവികാഭ്യാസത്തിന്റെ ഭാഗമായി റഷ്യയുടെ പടുകൂറ്റൻ കപ്പലെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ചൈനയുടെ 2 കപ്പലുകൾ ഒമാൻ ഉൾക്കടലിൽ നേരത്തെ തന്നെ ഈ കപ്പലുകളുണ്ട്. ഇപ്പോൾ കൂടുതൽ സന്നാഹങ്ങളുമായി ചൈനയും ഈ നാവികാഭ്യാസത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. എന്തായാലും അമേരിക്കൻ പടക്കപ്പലുകൾക്ക് അനങ്ങാൻ കഴിയാത്ത വിധം, ആ പടക്കപ്പലുകൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ പോലും കഴിയാത്ത വിധം അമേരിക്കയെ വളഞ്ഞിരിക്കുകയാണ്, അമേരിക്കയെ വട്ടമിട്ടിരിക്കുകയാണ്. അമേരിക്കക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആരെയൊക്കെയാണ് ഇവിടെ നോട്ടപ്പുള്ളികളാക്കി വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് പോലും ഇറാൻ പുറത്തിറക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് നാളായി ഇറാനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഈ ഭീഷണികൾക്കെല്ലാം അമേരിക്കക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക ഇതിനു മുന്നേ പോയിട്ടില്ല. വല്ലാത്ത ഒരു നാണക്കേടിലായിരിക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നതിനെ കുറിച്ച് അമേരിക്കക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ പോയിരിക്കുകയാണ്. ചൈനയും റഷ്യയും അതുപോലെ തന്നെ ഇറാനും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇനി ആരൊക്കെ
ഇവിടെ ഇറാനോടൊപ്പം കൂടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇറാനോടൊപ്പം നിൽക്കുന്ന കുറച്ച് ആളുകൾ വേറെയുണ്ട്, ഹൂത്തികളും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും. ഇവർക്കൊക്കെ ഇപ്പോൾ ഇറാന്റെ ഈ ഒരു നീക്കം, മുന്നിൽ നിന്ന് അമേരിക്കക്കെതിരായിട്ടുള്ള യുദ്ധം നയിക്കുന്ന ഇറാന്റെ ഈ ഒരു ധീരത അവർക്കൊക്കെ വലിയ പ്രചോദനമായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അവരൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, മിഡിൽ ഈസ്റ്റിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശബ്ദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരൊക്കെ ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇറാഖിലെ ഇറാനെ പിന്തുണക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ലെബനോനിലെ ഇറാനെ പിന്തുണക്കുന്ന ഇവിടെ ഹിസ്ബുള്ള, അതുപോലെ തന്നെ യമനിലെ ഹൂത്തികൾ, മേഖലയിൽ ഉടനീളം ഇറാനെ പിന്തുണയ്ക്കുന്ന മുഴുവൻ സംഘങ്ങളും ഇപ്പോൾ അമേരിക്കക്കെതിരെ ആയുധമെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി ഉത്തര കൊറിയയും അതുപോലെ തന്നെ അമേരിക്കക്കെതിരെ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റാളുകളുമൊക്കെ ഇറാനോടൊപ്പം ചേരുമോ എന്നുള്ളതും നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ലോകമഹായുദ്ധത്തിലേക്ക്, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിലും അമേരിക്കയെ കൈകാര്യം ചെയ്യും ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന്. ഒരു മേഖലാ യുദ്ധം നടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.